നീ ഇത് കണ്ടിട്ട് തുള്ളല്ലേ അല്ല വരുന്നത് കൈസേ നീ മറ്റേ ലൈല മജ്നുവിന്റെ കൈസ ആണെങ്കിൽ നിർത്തിക്കും. അങ്ങനെ നമ്മുടെ നാജിലെ താത്ത എന്നെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് താത്തയും കാക്കയും സകലമാന ആളുകളെയും തെറി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. സ്വന്തം ഉമ്മാനെ വരെ പച്ചത്തെറി വിളിച്ചു. എന്നിട്ട് എന്നെ മാത്രം തെറി വിളിക്കാത്തത് എന്നായിരുന്നു ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ ചിന്തകൾക്കെല്ലാം വിരാമമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാജിലെ താത്ത അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അല്ല, ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവരെ സ്ഥിരമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നല്ലോ. സോ അവർക്ക് കുരു പൊട്ടുമെന്നും പൊട്ടിയൊരിച്ച കുരുവും പൊക്കി പിടിച്ചുകൊണ്ട് തെറിവിളിയുമായി അവർ വരുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. സംസ്കാരം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ആളുകളല്ലേ, അവർക്ക് തെറി വിളിക്കാനല്ല അറിയൂ. പക്ഷെ ആ തെറിവിളി ചുമ്മാ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നല്ല മറുപടി കൊടുക്കാമെന്ന് വെച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്ന് വെച്ച് അവരുടെ നിലവാരത്തിലോട്ട് ഞാൻ താഴുമെന്നല്ല കേട്ടോ. അതിലെനിക്ക് എന്തായാലും കഴിയില്ല. എന്റേതായ ശൈലിയിൽ ഞാൻ മറുപടി കൊടുക്കും. അപ്പൊ നമുക്ക് എന്തായാലും നാജിലത്താത്തിന്റെ തെറിവിളി വീഡിയോ കണ്ടു നോക്കാം. എല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് വെക്കുന്നത് നന്നായിരിക്കും. അമ്മാതിരി പച്ചത്തെറിയാണ് ഈ കൂതറ ടീംസ് ഒക്കെ വിളിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഹോ, എന്തൊരു ധീരായിട്ടുള്ള താത്ത അല്ലെ. തെറി വിളിക്കുന്ന വീഡിയോ ആണെങ്കിലും സലാം പറഞ്ഞിട്ടേ തുടങ്ങും. മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനമാണ് ഈ സ്ത്രീ എന്ന് തന്നെ പറയേണ്ടി വരും. വല്ലാത്ത ജാതിഷ്ട. എന്തായാലും തെരുവിളി അങ്ങോട്ട് തുടങ്ങിയാട്ടെ. അൽഹംദുലില്ലാ, നമുക്ക് മക്കൾക്ക് സുഖാണ്. കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സൗണ്ട് കുറച്ച് എന്തോ ഒരു കംപ്ലൈന്റ് വന്നുപോയി. അതെന്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. ഞാന് പാട്ടിന്റെ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് വീഡിയോ പിടിച്ചത്. പിന്നെ രണ്ടാമത്തെ വട്ടമാണ് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. ഇസ്മി കൈസിന്റെ അടുത്താണ് പറയണത്. ഇപ്പൊ ഷാൻ വീഡിയോ ഇട്ടാല് ചോദിക്കും നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ എനിക്കാവുമ്പോ പറയാം. ഞാൻ പറയാണ്, എന്റെ മകളെ ഫോട്ടോ നീ വെക്കരുത്. മകളുടെ ഫോട്ടോ വെച്ചതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഫോട്ടോ നല്ലോണം ബ്ലർ ചെയ്തിട്ടാണ് വെച്ചത്. ആർക്കായാലും ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇത് ഇന്ന കുട്ടിയാണെന്നൊന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല. മകളുടെ ബ്ലർ ചെയ്ത ഫോട്ടോ വെക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇവരുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ചില കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തതും. സോ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ ഫോട്ടോ ബ്ലറാക്കി വെച്ചത്. ഇനി അതൊരു പ്രശ്നമാണെങ്കിൽ ഞാനിത് മാറ്റിത്തരാം, ഒരു കുഴപ്പമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നീയും ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരാളാണ്, നിനക്കും ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിന്റെ കുട്ടിയുടെ കാര്യമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നീ വെക്കോ? അതിന് എന്റെ കുട്ടീന്റെ കാര്യം ഇങ്ങനെ വരില്ലല്ലോ. അതല്ലേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്കിപ്പോ കുട്ടികളൊന്നുമില്ല, അത് വേറെ കാര്യം. ഇനിയിപ്പോ ഉണ്ടായാൽ തന്നെ ആ കുട്ടിയെ നിന്നെ പോലെ ഞാൻ യൂട്യൂബിൽ കാഴ്ച വസ്തുവായി കൊണ്ടുവന്നിരുത്തത്തില്ല. കുട്ടികളെ കാണിച്ച് പൈസ പിരിക്കാനും നോക്കൂല. സ്വന്തം മക്കളെ വെച്ച് ഇവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ. അനാവശ്യമായി മക്കളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നു, ഓരോന്നും പറയിപ്പിക്കുന്നു. എന്തിനു പറയുന്നു? 11 വയസ്സായ സ്വന്തം മകളെ കുറിച്ച് കുറ്റം പറഞ്ഞ് മാത്രം വീഡിയോ ചെയ്ത ആളാണ് ഈ നാജില എന്ന് പറയുന്ന തള്ള. അവളാണ് എനിക്ക് കുട്ടികളെ കുറിച്ച് പഠിപ്പിക്കാൻ വരുന്നത്. കുട്ടികളുടെ ഫോട്ടോ എന്റെ തമ്മിൽ വെച്ചതാണ് അവളുടെ പ്രശ്നം. സ്വന്തം മകളെ സൈബർ അറ്റാക്കിൽ കൊടുക്കുന്നതിലൊന്നും അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. സ്വന്തം മോളല്ലേ, എന്തും ആവാലെന്നുള്ളൊരു മൈൻഡാണ്. എന്നാ കേട്ടോ, സ്വന്തം മോളാണെന്ന് കരുതി നിനക്ക് തോന്നിയതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അത് മറക്കണ്ട. നീ ബാക്കി പറഞ്ഞായിരുന്നു. സത്യാവസ്ഥ എന്തെന്ന് അറിയാമോടാ? നിനക്ക് ഞാൻ പലതവണ വാർണിംഗ് തന്നതാണ്. നീ മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത് എന്ന്. നിന്റെ അടുത്ത് പലതവണയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പം പറഞ്ഞു? ഞാനൊന്നും കേട്ടില്ലല്ലോ. എന്തായാലും അത് വിടും. ബ്ലറാക്കിയ ഫോട്ടോ അല്ലേ, ഞാൻ മാറ്റിക്കോളാം. നീ ബാക്കി പറഞ്ഞാലും. മക്കളെ ഫോട്ടോ വെക്കരുതെന്ന് അതിനൊക്കെ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ചൈൽഡ് അവര് പറഞ്ഞത്, ഇനി കുട്ടിയുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നീ എന്റെ കാര്യം ഫോട്ടോ വേ. നിന്റെയും നിന്റെ മക്കളുടെയും നിന്റെ കാന്റെയും ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് അത് വിട്. മക്കളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതും റീച്ച് ഉണ്ടാക്കുന്നതും നീയാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് ചിലക്കേണ്ട. ബാക്കി പറഞ്ഞു. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. നീ മോളെ ഫോട്ടോ റിമൂവ് ആക്കണം. 2 ഫോട്ടോ നീ റിമൂവ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകും. കൊച്ചിനെ കൊണ്ട് തന്നെ പോകും. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഫോട്ടോ വെക്കാൻ, കാരണം എന്റെ ചാനലിൽ അവളെ ഹാപ്പിനെസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഫോട്ടോസ് ആണത്. നീ അത് എടുക്കേണ്ട കാര്യമില്ല. ഈ ഇറ്റ്സ് മീ കൈസിന്റെ നമ്പർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ ഷെയർ ചെയ്യണേ. എന്റെ ഫോൺ നമ്പർ അല്ലേ, അത് നിനക്ക് വേഗം കിട്ടും. അത്യാവശ്യം ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നിന്നെ പോലുള്ള ഓരോ ഫ്രോഡുകളെയും ഇടയ്ക്കിടെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് ശത്രുക്കൾക്കൊന്നും എനിക്ക് യാതൊരു കുറവില്ല. അവരാരെങ്കിലും നിനക്ക് നമ്പർ തന്നോളും. പക്ഷേ നമ്പർ കിട്ടിയാലും വെറുതെ വിളിച്ച് സമയം കളയാനൊന്നും നിൽക്കണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയവും ഇല്ല, താല്പര്യവും ഇല്ല. കേട്ടല്ലോ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ ചാനലിന്റെ മുകളിൽ കിടപ്പുണ്ട് നമ്പർ. അല്ലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 98 46 234 532. അതിൽ കോൺടാക്ട് ചെയ്ത് തന്നാലും മതി. കാരണം ഇവന് ജനങ്ങളെ മുമ്പ് തെറ്റിദ്ധാരണയില് വലിയ ആളെന്ന നിലയ്ക്ക് കൊത്തലേനെ പോലെ വന്നിരുന്നു കൊഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിലിട്ട് പറ്റി പൈസ ഉണ്ടാക്കടാ.
അതിന് ഞാൻ നീയല്ലല്ലോ നാച്ചില. നിന്നെ പോലെ കുടുംബം വിറ്റ് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ലല്ലോ. എന്താപ്പ ചെയ്യാ, ഇമ്മാതിരി ചന്ത പരിപാടിക്കൊക്കെ നിന്നെ പോലെ ഉള്ളവരെ കൊണ്ടേ കഴിയും. ഞാൻ കുടുംബത്തിൽ പെറന്നു പോയില്ലേ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. തൽക്കാലം നീ തന്നെ കുടുംബം വിറ്റ് പൈസ ഉണ്ടാക്കിക്കോ കേട്ടോ. എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ വഴികളുണ്ട്. പിന്നെ നീ എന്തോ എന്നെ കളിയാക്കി പറഞ്ഞല്ലോ, കൊലത്തലേനെ പോലെ വന്നിരുന്നു ഞാൻ പറയുന്നു. ആ മോളെ, അങ്ങനെ തന്നെയാണ് ഗൈസ് ഈ നിലയിലെത്തിയത്. 5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുമായി. അന്നും ഇന്നും എന്നും അത്യാവശ്യം റീച്ച് നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അത് നീ പറഞ്ഞ പല പരിമിതികളെയും ഉൾക്കൊണ്ടും മറികടന്നുകൊണ്ടും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നീ വിട്ടുപിടി മോളെ, നിനക്ക് ആള് മാറിപ്പോയി, തരത്തി പോയി കളിക്ക് കേട്ടോ. ബാക്കി പറഞ്ഞാലും നീ മേത്തനാണെന്ന് എന്തരടാ പറയാത്ര യോഗ്യത? എന്റെ കൊച്ചുങ്ങളും അതാ ആറ്റുനോറ്റ് കിട്ടിയ ഓരോ സന്തതി. ഇതിനെല്ലാം കാരണം എന്തെന്നറിയാമോ? ആ റഹീമിന്റെ വരവ്, അവന്റെ റഹീമിന്റെ വോയിസ് കുടിച്ചും പെടുത്ത് നടക്കണ സ്വന്തം കുടുംബം പോലും നോക്കാത്തവനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. മറ്റുള്ളവർക്ക് പറഞ്ഞു നീ വന്ന് കണ്ണാടി വണ്ടി ഇങ്ങനെ ആക്കൂല്ലേ, കണ്ണൊക്കെ ഉരുട്ടിട്ട് പെരയടിച്ച് മോനെ. എടാ പുന്നാര പൂമണി മുത്തേ, കള്ളു കുടിയാ നാറി, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. വീട്ടിലിരിക്കുന്നവർ പറഞ്ഞ വിവരം അറിയും മോനെ. നിനക്കെതിരെ ഇപ്പൊ നിലവിൽ പോക്സോ കേസ് ഉണ്ട് മോനെ, അത് നീ മറക്കണ്ട. ഉണ്ട തീറ്റിക്കും നിന്നെ കൊണ്ട് കളിക്കല് നീ കേട്ടോ. നിന്റെ അതേ നിലവാരത്തിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഗൈസ് അത് ശീലിച്ചിട്ടില്ല. നിനക്കുള്ള പണി വേറെ വൈക്ക് തരുന്നുണ്ട്, നീ കാത്തിരുന്നോ. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഉപദ്രവിച്ച ആളാണ് നീ. ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ മുന്നിലിരിക്കുന്ന ആ ഭാര്യ തന്നെ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞതാണ്. അപ്പൊ പോക്സോ കേസിൽ എണ്ണാൻ കാത്തിരുന്നു. നീ ബാക്കി പറഞ്ഞതായിരുന്നു. നിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ മക്കളാ. അതിനിപ്പം 4 മക്കളുണ്ട് ഇവിടെ ദുനിയാവില്. ഒന്ന് ഷിജാസ്, ഒന്ന് മസ്റൂറ, മുഷ്താഖ്, ഇവരെല്ലാരും ഉണ്ട്. നീ മക്കളെ ഫോട്ടോ ഇടണ്ട. നിന്നെ തേടി നമ്മൾ വരുന്നതുമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ചെപ്പീനാരടുത്ത് പറയാനുള്ളത്, നീ ഇനി എന്ത് കുന്തം കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും നീ പറഞ്ഞ് മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. നിനക്കൊരു രോഗവും ഇല്ലല്ല. നീ എല്ലാരെയും രോഗക്കാരിയും രോഗക്കിടക്കയിലാക്കുന്നോളല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, പിന്നെ വേറെ നീ റീച്ചിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ദഹിക്കോടാ. നിന്റെ പെണ്ടാട്ടിക്കും നിന്റെ മക്കൾക്കും കയറ്റാൻ കൊടുക്കുമ്പോ ഇതാ പോയി കിളച്ചുണ്ടാക്കടാ. അതന്നെയാണ് എനിക്കും പറയുന്നത്, പോയി കളിച്ചുണ്ടാക്കി. സ്വന്തം ഉമ്മാന്റെ അവീത കഥ വരെ യൂട്യൂബിൽ വന്നിരുന്ന് വിളമ്പിയോ. സ്വന്തം മകളെ കുറ്റം പറഞ്ഞു ഇങ്ങനെ കുടുംബം വിറ്റ് തന്നാൽ നിനക്കൊക്കെ ദഹിക്കുമോ? അതാണ് എനിക്കും ചോദിക്കാറുള്ളത്. ഇതിനെ നല്ലത് ഇഞ്ചിക്ക് ഇരിക്കാൻ പോയിക്കൂടെ നിനക്ക്? അതാണ് നിനക്കൊക്കെ പറ്റിയ പണി. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വർഗം. ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ, വെറും ചന്ത. നീ ബാക്കി പറഞ്ഞതായിരുന്നു. മറ്റുള്ളവരെ കുടുംബജിത, ഒരു ഷാജിദ, ഒരു നെജില, അതേപോലെ തന്നെ പല പെൺപിള്ളേരെ. ഷാജിദ, നാജില, അത് കറക്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണ്. സ്വന്തം ജാതിയെ കണ്ടപ്പോ താത്ത പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷം. ബാക്കി പറഞ്ഞാലും നീ മര്യാദയ്ക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് അവള്, കുഞ്ഞു മോളാണ് അവളെ ഫോട്ടോ നീ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെന്നുള്ള ബോധമുണ്ട് തള്ളക്ക്. എന്നിട്ടാണ് ആ കുട്ടിയെ വെച്ച് യൂട്യൂബിൽ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും ചൈൽഡ് ലൈൻകാർ കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവളൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ടാനുള്ള സമയം കഴിഞ്ഞു. നീ ബാക്കി പറ. രണ്ടാമത്തെ തവണയാണ് മോർണിംഗ്. വന്നല്ല മരമാക്രി, എവിടെയും മോൻ ഇത്രയും നേരം? 2 വീശാൻ പോയതായിരിക്കും അല്ലെ? പുല്ലും കല്ലും ഒക്കെ ഉണ്ടാവല്ലോ അല്ലെ? ഇവന്റെ അടുത്തൊക്കെയാണ് കുട്ടികൾ വളരുന്നതെന്ന് ഓർക്കണം, പ്രത്യേകിച്ച് ആ പെൺകുട്ടി. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി പറഞ്ഞാലും ഞാൻ നിന്നെ വിളിക്കാൻ പെരയടിച്ച് പോയതേ വിളിക്കും. നിനക്ക് നീ കുറെ ആയി എന്റെ അമ്മയായിട്ട് നീ ഊമ്പാൻ തുടങ്ങിയിട്ട്. ഊമ്പി മതിയായില്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാല്, നമ്മളെ മക്കളെ നിനക്കെടുത്താലും ഇടേണ്ട കാര്യമില്ല. നീ നമ്മളെ ഇട്ടോ, നമ്മുടെ 2 പേരെ ഫോട്ടോ ഇട്ടപ്പോഴും നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബേക്കിന്ന് വന്നിട്ടുമില്ല. നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാം നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, നീ ഏത് നാട്ടുകാരനാണെന്നും ബാക്കി കാര്യങ്ങളാണെന്നും. കുറെ റിയാക്ഷൻ കാരങ്ങ് ഇറങ്ങി വെക്കണം. കൊച്ചു പിള്ളേരെ വിടും. നീ എന്നിട്ട് നമ്മളെ കുറിച്ച് ചെയ്യും. നമ്മളെ കുറിച്ച് പറയുന്നത് നീ കൊച്ചിന്റെ കണ്ണിന്റെ അവിടെ മാത്രം പിടറാക്കി വെച്ചിട്ട് നീ വീഡിയോ എന്തിടുന്ന? നീ എന്തൊരു കാണിക്കുന്ന? നിന്റെ ഉമ്മായും പെണ്ടാട്ടിയും പബ്ലിക്കിൽ ഇറക്കടാ. നിന്റെ പറഞ്ഞ പെല്ലടിച്ച് പോലെ നിന്റെ പെല്ലടിച്ചിന് കൊണ്ടുവരും. നിന്റെ ഉമ്മ സുഹൃത്തെ, എനിക്കിവൻ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെ തിരിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അവന്റെ ഉമ്മയെ വിളിച്ച് തെറി പറയാൻ എനിക്ക് കഴിയില്ല. ഞാനത് പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ല വളർന്നത്. എന്റെ ഉമ്മാനാണ് അവൻ തെറി വിളിച്ചത്. കേട്ടോണ്ടിരിക്കാൻ ഒട്ടും സുഖമുള്ള കാര്യമില്ല അത്. നിങ്ങളെ കേൾപ്പിക്കാനും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇവളുടെയും ഇവന്റെയും ഒക്കെ തനി നിറം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ സ്വഭാവ വൈകല്യമുള്ള ആളുകളുടെ കൂടെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അധികാരികൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഈ പിശാചുകളുടെ അടുത്തുനിന്നും രക്ഷിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ഉമ്മാനെ തെറി വിളിച്ചതിനുള്ള പണി ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. സമയമാവട്ടെ. ബാക്കി പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ചെയ്യാം, എന്നെയും കാര്യം ചെയ്യാം. നമ്മളെ 3 മക്കളെ ഫോട്ടോ വെക്കരുത്. നമ്മൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാണ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഒന്നും സംഭവിച്ചിട്ടില്ലെന്നു. ഇപ്പൊ അങ്ങനെ ആയോ? നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ മോള് നിന്നെ തള്ളി പറഞ്ഞു ഉമ്മാന്റെ കൂടെ പോയി എന്നൊക്കെ. നീ മരിച്ചാൽ നിന്റെ ശവം കാണാൻ പോലും മസ്റൂറ വരരുത് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. നിന്റെ ഉമ്മാക്ക് അവീതമുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. നിന്റെ ഷാനിക്ക് മുഴി കുടിയനാണ്, MDMA അടിക്കുന്നവരുടെ കൂടെയാണ് നടപ്പ്, കള്ള് കുടിച്ചു വന്ന് എന്നെ തല്ലുന്നു, എന്റെ മക്കൾ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ നീ തന്നെയല്ലേ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നത്. ചീഞ്ഞളിഞ്ഞ കുടുംബക്കാത്ത മുഴുവനും വന്നിരുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല പോലും. നിനക്കൊക്കെ പോയി ചത്തൂടെ പെണ്ണെ. എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നത്? ആജീന കാലഘട്ടത്തിൽ എങ്ങാനും ജനിക്കേണ്ട ആൾക്കാരാണ്. കാലം തെറ്റി ജനിച്ചാൽ എങ്ങനെ ഇരിക്കും? ബാക്കി പറഞ്ഞാലും ഇവിടുത്തെ കുറെ നാട്ടുകാർ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്ത് അതും ഇതും പറഞ്ഞ് ഇത് പ്രശ്നത്തിന് രൂക്ഷമായി. ഊന്ന് പോയത് പറന്നു പോയി എന്നൊരവസ്ഥയായി. പിന്നെ നീ പറഞ്ഞേ ബാക്കി 2 എണ്ണത്തിനെയും കൂടെ എടുക്കായി. നിന്റെ മോയ് കെട്ടാച്ചരക്കായിട്ട് അവിടെ ഇരിക്കോടി. നിന്റെ മോയ് കെട്ടാച്ചരക്കായിട്ട് അവിടെ ഇരിക്കും. കാരണം എന്തെന്നറിയാമോ? അവന്റെ കയ്യിൽ നിന്നായിരിക്കും ഇവിടെ കണ്ടോ. നീ പലയിടത്തും പറഞ്ഞില്ല എന്റെ മോനിക്കൊരു സംബന്ധം. ഈ ഇതൊക്കെ തള്ളേനെ ഏതെങ്കിലും കുടുംബത്തിൽ ആരും കെട്ടിക്കും. ഇന്നലെ ആ ഫർദയിട്ട സ്ത്രീയാണ് പറഞ്ഞത്. ഇന്നിപ്പോ പറയുന്നതായിട്ട് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെ ജീവിക്കാൻ തരുന്ന പറയുന്നത്. ആ ഫർദയിട്ട സ്ത്രീ ഏതെടുത്ത് അവളെ ഉമ്മ ഉണ്ടല്ലോ. അവര് കളക്ടറേറ്റിൽ കിടന്ന് കൊല്ലത്തിടന്ന് നിർമ്മാണിച്ച് കൊണ്ടുപോകുന്നത്. എടി നിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പം നീ നമ്മളെ എടുത്തിട്ട് പറയുമ്പോ നമുക്ക് നിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അന്വേഷിക്കാം. നീ പോയിട്ട് നിന്റെ നാട്ടുകാരെ കൊണ്ട് നല്ല ഒരു ഇന്റർവ്യൂ ചെയ്യണം. നല്ലതായിട്ട് പോയിരിക്കണം. നിന്റെ ഉമ്മായി നിന്നെ പിന്നെ നിന്റെ സഹോദരൻ ഷാനവാസല്ലേ, അവൻ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവൻ നല്ല കുടുംബത്തിൽ പെണ്ണ് കെട്ടി അവരെ കൂടെ നാണക്കേടുണ്ടാക്കാതെ. ആ പെണ്ണിന്റെ ഉമ്മയുണ്ടല്ലോ എന്ത് പാവ സ്ത്രീ. എന്റെ കൊച്ചുനാൾ പോലും അറിയുന്ന സ്ത്രീയാണോ അവര്. പേടിച്ചിട്ട് പറയണ മിണ്ടല്ലേന്ന് നിന്റെ തള്ള. വയസ്സായി എന്നാലും എന്റെ മോളിടുന്ന ഉടുപ്പിന്റെ അത്രയുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് നീ നടക്കുന്നത്. അവിടെയും കാണിച്ചു ഇവിടെയും കാണിച്ചു. ഇവിടെ പോകുമ്പോ അവള് ഭയങ്കര നേരിട്ട് കണ്ടു നോക്കണം. കൊതുവും തള്ളി നിൽക്കാനും വയ്യ ഇങ്ങനെ. പക്ഷെ വേറെ കാര്യം പറയാം, ഇത് അതിന് പറ്റും. ഷെഫീന ബീവി എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ഇത്രയും നേരം തെറി പറഞ്ഞത്. വളരെ മോശമായി എന്തൊരു ആംഗ്യം ആ നാറ് കാണിക്കുന്ന കണ്ടി. ഷെഫീന ബീവിയുമായി എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു പുരുഷൻ, അതിപ്പോ ഇവന് ഞാൻ പണി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഷെഫീന ബീവി തന്നെ കൊടുത്തോളൂ. എന്നാലും നോക്കി നിങ്ങൾ, ഭർത്താവ് ഒരു പെണ്ണിനെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാര്യ. ചക്കിക്കൊത്ത് ചങ്കരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തൊരു മോശം മനുഷ്യരാണല്ലേ രണ്ടെണ്ണവും. ഒന്നില്ലെങ്കിലും ഈ പെണ്ണ് ഗർഭിണിയല്ലേ, വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഓർത്തൂടെ അവൾക്ക്. എന്ത് ബാക്കി പറഞ്ഞാലും കുറെ നാൾ ഗൾഫിൽ കിടന്നുണ്ടാക്കിയാലും പെണ്ണുങ്ങളെ കൊണ്ട് വിറ്റിലടി ജീവിച്ചു. നീ അവിടെ നാട്ടാരടി വന്ന നീ പെരിയടിച്ച് പിന്നെ പൈസ പൂറി പോലെ നിർത്തിക്കോ നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ. കാരണം നമ്മളെ കുറിച്ച് പറഞ്ഞു നമ്മളൊന്നും മിണ്ടിയില്ല. എന്റെ മോളെ കൊച്ചുങ്ങളെ ഫോട്ടോ വെച്ച് നീ എന്തെങ്കിലും ചെയ്ത ഇപ്പൊ മോളോടുള്ള ഓന്റെ ഒരു സ്നേഹവും കരുതലും കണ്ടില്ല നിങ്ങള്. ഉണ്ട ഇവനെ പേടിച്ചിട്ടാണ് ആ മോൾ അവിടുന്ന് പോയത്. അവളുടെ ഉപ്പയും വല്യമ്മയും അവൾ അവിടെ നിന്ന് മാറ്റിയത് ഈ നാറിയെ പേടിച്ചിട്ടാണ്. കള്ള് കുടിച്ചു വന്നാണെങ്കിൽ ഇവൻ അമ്മയും പെങ്ങളും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അവിടെ ആപ്പിൾ തിന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവന്റെ ഭാര്യ, അവള് തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ അവളും ഇവരും കൂടി വഴക്ക് കൂടുന്ന ഇവരുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ മോളോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് വന്നേക്കുന്ന അവന്. ബാക്കി പറഞ്ഞാലും അവൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അവൾക്കോ നമ്മൾക്ക് എന്തെങ്കിലും എവിടെ ഉള്ളതാണെന്നും എന്താണ് നമുക്ക് നല്ലതറിയാം. നമുക്ക് തരുന്നുണ്ട്. നിനക്ക് വരുമാനം ഉണ്ടായില്ലേ നിങ്ങൾ റിയാക്ഷൻ ചെയ്യുമോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പണിക്ക് പോകുമ്പോഴത്തെ ഇതിനെ കുറിച്ച് ചെയ്ത് ദാ പോയി ദേ വന്നൊക്കെ പറയല്ലേ നല്ല മിണ്ടിയ യൂട്യൂബ് ഞാൻ മിണ്ടിയ ഒന്നും മിണ്ടിയില്ല. കാര്യം നിന്റെ ഇഷ്ടം അതൊക്കെ പറയാം. രണ്ടാമത്തെ എന്റെ ഫോട്ടോ വെച്ചോ. എനിക്കവിടെ മൈലിയെ പോയി കൊച്ചുങ്ങളെ ഫോട്ടോ വെച്ച് ചെയ്യുന്നത് പെരയടിച്ച് പോണേ. നിന്റെ ഉമ്മ രാമനാട്ടർ വേണോ? നിനക്ക് രാമനാട്ടർ സ്റ്റാൻഡ് അറിയണോ? പുതിയ സ്റ്റാൻഡ് കാണിക്കണോ? നിനക്ക് എന്നെ കുറിച്ച് നേരെ പറഞ്ഞോക്കണം പെരയടിച്ച് പോണേ.
ഓ, നീയാണല്ലോ കോഴിക്കോട് അങ്ങാടി ഉണ്ടാക്കിയത്. നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പന്നി, കോഴിക്കോട് വാ, നിന്റെ കഴപ്പങ്ങ് ഞാൻ മാറ്റിത്തരാം. എനിക്ക് ഇവരെ 4 തെറി പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ സുഹൃത്തുക്കളെ, പക്ഷെ ആവൂല. പിന്നെ ഇവര് ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാവൂല. എന്തായാലും ഇവൻ ഇനിയും ഇരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. എന്തായാലും അതും കൂടി കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു അറിയോ, നീ കാരണാതെ കയറിയിട്ട് സുർമയൊക്കെ വരച്ച് ഓ ഓ ഓ ഇങ്ങനെ ആകെ നടക്കുന്നല്ല. കൊച്ചുങ്ങളെ ഫോട്ടോ വെച്ചായിരുന്നു, ഇനി വെക്കണ്ട, ഇപ്പൊ വെച്ചല്ലോ, നേരം വെളുതെ കാണിച്ചു രണ്ട് ഫോട്ടോ അത് മതി. ഞാൻ ജന്മം നൽകിയ മോനാണ്. ഷാഹിദാരെ വയറ്റി കുറുത്തതല്ല, ജമാലിനുണ്ടായതല്ല, അവർക്ക് 2 ഉണ്ടായതാണ് ഞാൻ. എന്റെ വയറ്റി കുറുത്തതാണ് അവള്. നീ മക്കളെ ഫോട്ടോ വയ്ക്കാതെ നിനക്ക് എന്തുവേണം പറയാം. എങ്ങനെ നീ റിയാക്ഷൻ കാർഡില്ലേ ചെയ്തോ, നമ്മളൊരു പരാതി പറയുന്നില്ല, റിയാക്ഷൻ ചെയ്യാം ആർക്കും ചെയ്യും. പക്ഷെ നീ നല്ല മറ്റേ കൊതന്തള്ളി ഷെബീന ആ കൊതന്തള്ളി ഷെബീന ഉണ്ട്. ഞാൻ എങ്ങനെ നിൽക്കുന്ന എനിക്ക് ഞാൻ ഒന്ന് കാണിച്ചു ജസ്റ്റ് കാണിച്ചു കണ്ട ഇങ്ങനെ നിൽക്കുന്ന ഷെബീന ഉണ്ട്. അവള് ശരിക്കും പറഞ്ഞാൽ വികലാംഗനും അല്ല, അവളെ തീറ്റി കൊണ്ട് കൊതവും മൂലയും തള്ളിപ്പോയി. അവളെ കണ്ടിട്ട് നീ നമ്മുടെ പോയി. പിന്നെ മറ്റുള്ളവരല്ലേ കണ്ടിച്ച് ആ പരപൂറിയെ കുറിച്ച് ചിന്തിച്ച് നിനക്ക് വേണമെങ്കിൽ പോയി കളിക്ക്. ഞാൻ പറഞ്ഞു എന്നെ ഇറക്കരുത്, എന്നെ ഇറക്കി. ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ ഇത്രയും മാന്യത, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഈ മാന്യത ഉണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, നമ്മള് ഫാമിലി വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെല്ലാം അതിൽ വരും കേട്ടാ. അപ്പൊ മക്കളെ കൊണ്ടുവന്നില്ലാണ് വണ്ടി എടുത്തേക്കുന്നത്. അതായത് മക്കളെ നിർത്തിയിട്ട് പോകാൻ നമുക്ക് സൗകര്യമില്ല, ആരും ഇല്ല നിർത്തിയിട്ട് പോകാൻ. അപ്പൊ നമ്മളെവിടെ പോകണോ നമ്മളെ മക്കളെ കൊണ്ടുപോകും. അതിനാണ് നമ്മൾ കാറ് പോകുമ്പോ ഇരിക്കുന്നത്. നമ്മുടെ കാർ ബൈക്കുണ്ട്, നമുക്ക് ബൈക്കുണ്ട്, നമ്മൾ 2 പേർക്ക് പോകാനാണെങ്കിൽ. നീ ഇത് കണ്ടിട്ടുള്ളല്ലേ അല്ല വരുന്നത് കൈസേ. നീ മറ്റേ ഡെയില മജുവിന്റെ കൈസ ആണെങ്കിൽ പെട്ട പൂറി മോനെ നിന്റെ ഉമ്മ. അപ്പൊ ഇത്രേ ഉള്ളൂ. നീ ഇനി മോളെ ഫോട്ടോ ഇതെല്ലാം റിമൂവ് ചെയ്തോണം, നിർത്തിക്കോ. അവന്റെ അല്ലല്ല, നിനക്ക് ഇതിനുള്ള പണി തരുന്നുണ്ട്. പക്ഷെ നീ ഇനി എന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ നീ വെച്ചോ. ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ ഇതാണ്, നീ വെച്ചോ, നീ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ 2 പേരെയും വെച്ചോ. മക്കളെ ഫോട്ടോ വല്ലതും വെച്ച് പെലയടിച്ചിട്ടുണ്ട് അവരത് നിന്റെ ഉമ്മ. പിന്നെ വേറൊന്ന് പറഞ്ഞോട്ടല്ലേ, കാറ് ഇരുന്നിട്ട് ഞൊണ്ടിക്കാലും കൊണ്ട് ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാ നിന്റെ വീട്ടിലുള്ള ഉമ്മ ഉണ്ട്. നിന്റെ ഉമ്മ കളക്ടറിന്റെ ഫ്രണ്ടിൽ 50 കേസാണ് അറിയണമെങ്കിൽ. അറിയണമെങ്കിൽ എല്ലാ ആൾക്കാരും കേട്ടോ, ഇവിടെ വീട് തൊട്ടടുത്താണ് പറകുന്ന് പറയും. എവിടെ ഞാൻ നാലാലിന്ന് വിളിച്ചിട്ടേ, ഇവിടെ അമ്മയ്ക്ക് അവിടെ ഒരു ഇടം പേരുണ്ട്, വരുന്നുണ്ട്, ബാക്കി വരുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബാക്കി ആർക്കും എന്തിനും അറിയണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ എന്റെ നമ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈമേ മോനെ റൈമേ എന്തായാലും നിനക്ക് അവള് മറ്റേ കരടിച്ചീരുടെ അടുത്തും മറ്റുള്ളടത്തും പറയണേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ കേക്കേണ്ടി വരുന്നുണ്ടല്ലോ. പോയി ചാവടാ, കൊച്ചിന്റെ വാപ്പ പോലും പട്ടിക്കുണ്ടായില്ലേ. ഞാൻ പറയാം നിന്നെ റഹീമെ ഒരു കാലത്ത് വിടൂല. കൊച്ചിന്റെ അറിയാലേ, നിന്നെ വിടൂല, നിന്നെ വിടത്തില്ലവരെ വിടൂല. കാരണം ഇവിടെ കൂടെ ഇപ്പൊ നിൽക്കുന്നതിന്റെ പേരിലാണ് നീ ഇപ്പോഴും അവിടെ സോദരം ജീവിക്കുന്നത്. ഞാൻ അടിച്ച് നേരത്തി കളയാൻ ഇല്ലാഞ്ഞിട്ടല്ല. ഒരു ചടയമംഗലം രായമേ കീയമ്മയൊന്നും എത്തൂല. ഞൊണ്ടിക്കാലിൽ അവിടെ നിന്ന് തൊഴുന്ന സൗകര്യം എന്നറിയോ, അവൾ ആ വിളിക്ക് അകത്താണ്. പക്ഷെ നമ്മളെ കമ്പനിക്ക് അത്ര മാന്യത ഇവിടെ അത്ര ഒരു ഇതില്ലാത്തതാണ്. അല്ലെങ്കിൽ അറിയോ അവളെ അഴിവിയ ചുണ്ട് കാണുമ്പോ അറിയാം. അവള് മറ്റേ ഫിഷിൽ ഊത്തുവരിക, നല്ല ഊത്തുവരികയാണല്ലോ. ഒരു കാര്യം പറഞ്ഞ ഇന്നലെ നീ ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ട് മക്കളെ വെച്ചിട്ട് നിന്റെ ലൈവില് നിന്റെ തടിച്ച ഒരു മോളയും ഒരു കൊച്ചു മോളയും മോളാവുന്നതിന് ബാത്റൂമിനകത്തിട്ട് ആ ചെറുക്കൻ പിടിച്ചത് പിടിച്ച് ഞൗടി അണ്ട് കയറ്റിയപ്പോ നിന്നെ എവിടെ പോയിരുന്നു നീ പറയണം. ഇതൊക്കെ പറയണം, എന്റെ പറയും, ഇതൊക്കെ പറയണം. നീ എവിടെ പോയിരുന്നു, നീ എന്ത് കേസ് കൊടുക്കാത്ത അവളെ പേരില്? അവള് അത്രയും പറഞ്ഞില്ലേ, നീ എന്ത് കേസ് കൊടുക്കാത്ത? ഉള്ളതല്ലേ അത്. നീ പറഞ്ഞില്ലേ നമ്മളെ നാട്ടുകാർ നിന്നെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് രണ്ടാമത്തെ മോളാ 30 വരട്ടിയോടെ ചെയ്തില്ലേ, ചെയ്താ. അതുകൊണ്ട് മിണ്ടരുത്, നീ നിർത്തിക്കൊള്ളണം, ഇത് നിർത്തിക്കൊള്ളണം. ഇവിടെ റിപ്പോർട്ട് അടിച്ചാലും കുഴപ്പമില്ല. റിപ്പോർട്ടിലെ പറയടി, ഇത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നീ കുറെ നാളെ നല്ല ഊത്തുവാരിയാ, നല്ല ഊത്തുവാരി പെരയടിച്ച്
അതുകൊണ്ട് ഇത്രേ ഉള്ളു. ബാക്കി കൊച്ചുങ്ങളെ പിന്നെ കൈസേ പെരിയടിച്ച് മോനെ നിർത്തിക്കൂ. പെരിയടിച്ച് മോനെ. അപ്പൊ ഇത്രേ ഉള്ളൂ. നിന്റെ വാപ്പ ഫോട്ടോ കാണിച്ചടാ. ഇത്രേ ഉള്ളു. നമ്മള് വരുന്നുണ്ട്, ഇനിയും വരും. നിനക്കുള്ള പണിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അപ്പൊ ശരി മക്കളെ. കേട്ടല്ലോ, എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? ഇങ്ങനത്തെ മനുഷ്യന്മാരോടൊക്കെ എന്ത് പറയാനാണ്? ഇവരെ പോലുള്ള ആളുകൾക്ക് സമൂഹത്തിന് തന്നെ ആപത്താണ്. ഇവരുടെ നാട്ടുകാർ തീരെ പറ്റാഞ്ഞിട്ടാണ്. ശരിക്കും ഇവരൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കണ്ട വഴി ഓടണം, ആ മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ. കള്ളും കുടിച്ചു വന്നിരുന്ന് എന്ത് തോന്നിയാസവും പറയാന്ന് വെച്ചാ എന്ത് പറയാനാണ് അല്ലേ? എന്താണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.